സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. വന്നുടനെ തന്നെ എന്നോട് പറഞ്ഞെന്നറിയാം, എടാ ആ കാലം ഞെക്കിക്കേ. പുള്ളിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാര സ്നേഹത്തിന്റെ അധികാരം കാണി, ആ കാലം ഞെക്കിക്കേ. സംസാരിച്ച് കഴിച്ചപ്പോഴത്തത് ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി. അതാണ് സോമന്റെ വ്യത്യാസം. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ് ഇത്. നമസ്കാരം. ഓർമ്മയിലെന്നും MG സോമൻ. ഓർമ്മകൾ പലപ്പോഴും ഒരു വലിയ സമ്പാദ്യമാണ്, പോയ കാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള വഴികളാണ്. പലപ്പോഴും ഇതിന്റെ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഓരോ വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല, ആ കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ സിനിമയെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിലെന്നും MG സോമൻ, നമ്മുടെ അതിഥികളായി പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ സാർ, ജനാർദ്ദൻ ചേട്ടൻ, സാദിഖിക, ഇവരുമായിട്ടുള്ള നമ്മുടെ ഓർമ്മ പങ്കുവെക്കലുകൾ തുടരുകയാണ്. ജനാർദ്ദൻ ചേട്ടൻ ഒരു 70കളുടെ പകുതി തൊട്ട് സോമേട്ടന്റെ ജീവിത അവസാനം വരെയുള്ള ഒരു നീണ്ട സൗഹൃദമായിരുന്നു ജനാർദ്ദൻ ചേട്ടന്റെ. ഈ സോമേട്ടന്റെ ഒരു അഭിരുചികൾ, ചിലര് പാട്ട് കേൾക്കുന്ന ആളുകളുണ്ട്, ചിലര് ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക്. അദ്ദേഹത്തിന്റെ ഈ സിനിമ, കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ജേട്ടൻ പറഞ്ഞു, അദ്ദേഹം സിനിമ ഒരിങ്ങനെ ഒരു ആഘോഷം പോലെ സിനിമയിൽ അഭിനയിക്കുന്നു, അതൊരു പ്രധാന പാഷനായി. സിനിമയിൽ നടനായിരുന്നെങ്കിലും അതിലിങ്ങനെ ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന രീതിയിലുള്ള പാഷനൊന്നും കൊണ്ടുവരുന്ന ആളല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ചില അഭിരുചികൾ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കുമല്ലോ, എവിടെ ഒരു പാഷൻ ഉണ്ടാവില്ല. അതെന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ? സോമനെ എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പാട്ട് വലിയ ഇഷ്ടമുള്ളത്. ആണോ? പാടുമായിരുന്നു. പാടുമായിരുന്നോ? സന്യാസിനി എന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പാടുമായിരുന്നു. ശരി. അതുപോലെ പുള്ളിക്കാരൻ്റെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ മ്യൂസിക് ലവർ വലിയ ഇഷ്ടംപോലെ കേൾക്കുമായിരുന്നു പാട്ട്. ആണല്ലേ? ഓ, ഒരു പുതിയ അറിവ് കേട്ടോ. പുതിയ അറിവാണ്. ഇതുപോലെ പല അറിവുകളും ഞാൻ തരാം. മറ്റൊന്ന്, ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യമായിരുന്നു. രുചികരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല, ഒരു ശകലം വ്യത്യാസം വെച്ചാൽ ആ പോക്ക് കേസാണ്. സോമേട്ടൻ പ്യൂർ വെജ് ആയിരുന്നു. പ്യൂർ വെജിറ്റേറിയൻ. അതായത് വെജാണ്, നോൺ വെജ്. ആ കഥ പറഞ്ഞുതരാം. സോമേട്ടൻ വെജിറ്റേറിയൻ ആണ്. കഥ പറഞ്ഞുതരാം. സോമന്റെ അമ്മ 6 പ്രസവിച്ചു. എല്ലാ കുട്ടികളും മരിച്ചു പോവാണ്. അവസാനം മണ്ണാറശാലയെ കൊണ്ട് ഉരുളി കമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്തതിയാണ് സോമൻ. അതാണ് ആ വീട് വെജിറ്റേറിയനായി ഫുള്ളായി. ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വന്ന അവസാനമായപ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു ദിവസം പറഞ്ഞിടാവേ, ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് പൈൽസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ വളരെ പേഴ്സണൽ സാധനങ്ങൾ, പേഴ്സണൽ സംഭവങ്ങളാണ്. അതെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, ചില നാട്ടുമരുന്നുകളാണ്. നാട്ടുചികിത്സ, നാട്ടുവൈദ്യം. നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തതാണ്. സക്സസ് ആണല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ ബലമുണ്ട്. ഞാൻ പറയടാ, നീ ഈ വെജിറ്റേറിയൻ പുറത്ത് നടക്കാതെ ഒരു കാര്യം ചെയ്യുക, മരുന്നാന്ന് വിചാരിക്കുക. ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടണം. എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക. ഡെയിലി വൈകുന്നേരം ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു 1/2 ഗ്ലാസ് ആക്കി, ഉള്ളി കഷായമാണ്, പശുമ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ബ്രൗണിഷ് ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ ആറിയ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ പറഞ്ഞു. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒന്ന് തീറ്റിക്കാൻ പോയിട്ട് ഒടുക്ക നമ്മള് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തു.
കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഓ അത് സംഭവം ഇത് ഒരാൾക്കല്ല, ഞാനത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജേസിക്കൊക്കെ കൊടുത്തു. നമ്മളെല്ലാം സംസാരിച്ചപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അനശ്വര നടൻ സോമൻ സാറിന്റെ ഓർമ്മകളാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ പേഴ്സണലായ, കുറച്ചുകൂടെ അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, സ്നേഹിച്ചിട്ടില്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഇനി നമ്മളോടൊപ്പം ചേരാൻ വരികയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ നമുക്ക് പ്രിയപ്പെട്ടതും ജനകീയമൊക്കെ ആയത് ഇത്തരത്തിൽ പറഞ്ഞൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടന്റെ മകൻ സജി സോമൻ. ചേട്ടാ നമസ്കാരം. അഭിനേതാവാണ്, പുതിയ സിനിമകൾ റിലീസാകാനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആമുഖം പറഞ്ഞപ്പം ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ദൻ ചേട്ടൻ കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അതെ അതെ. നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നോ അതോ നിങ്ങളില്ല? ഡാഡി എനിക്ക് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. ഓ, കാരണം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കുന്നതാണ് ആരോഗ്യത്തിൽ. ആ. മമ്മി ഒന്നും കഴിക്കുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾ കഴിക്കുന്നുണ്ട്. ഡാഡി തീർച്ചയായിട്ടും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. ചെറുപ്പത്തില് ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ? ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട്. ഓ, ഓൾമോസ്റ്റ് ഒരു 6th 7th വരെയൊക്കെ എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷനുകളിലായിരുന്നു. അത് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ലൊക്കേഷനിൽ നിൽക്കുമ്പോ നാട്ടിലെ ഫ്രണ്ട്സിനെ വിട്ട് ലൊക്കേഷനിൽ പോകുന്നുണ്ടല്ലോ. ലൊക്കേഷനിൽ പോകണമായിരുന്നു. കാര്യം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്ന് പോയിട്ട് ഞാൻ ബോർഡിങ്ങിനായിരുന്നു. അപ്പോൾ വണ്ടി വരും, നമ്മൾ വീട്ടിൽ വരുന്നു. നെക്സ്റ്റ് ഡേ ഒന്നീ മദ്രാസിലോ അല്ലെ എറണാകുളത്തോ എവിടെ വന്നാലും ലൊക്കേഷനിൽ പോവുക, ഹോട്ടൽ റൂമിൽ ഇരിക്കുക, ഷൂട്ടിംഗ് കാണാൻ പോവുക. അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് മിലിറ്ററി അച്ഛനായിരുന്നോ അതോ കുറച്ച് സ്വാതന്ത്ര്യം തരുന്ന? ഒരിക്കലും അല്ല, സ്ട്രിക്റ്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഐ മീൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഓ, ഇപ്പോ പറയായിരുന്നു വെജിറ്റേറിയൻ എന്നുള്ള കാര്യം പുതുതായിട്ട് അറിഞ്ഞു. പാട്ട് പാടും എന്ന് ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് വീട്ടിൽ പാടുമൊക്കെ ചെയ്യുമായിരുന്നു? വീട്ടിൽ പാടുന്നില്ല, അടി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഞാൻ കേട്ടൊരു കാര്യം, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് സജീന്റെ വീട്ടിൽ വന്ന് പറഞ്ഞൊരു വലിയ ലൈബ്രറി വീട്ടിലുണ്ട്. വായനാശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? നന്നായിട്ട് വായിക്കുമായിരുന്നു. പീരിയോഡിക്കൽസ് ആണ് കൂടുതലും, എങ്കിൽ പോലും നന്നായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് റീഡ് ചെയ്യും. എത്ര ലൈറ്റ് ആയാലും. ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട്. സോമേട്ടന്റെ പുസ്തകങ്ങൾ പലപ്പോഴും അത് പൊക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സാജി എന്നാണ്. സജി അല്ലേ? സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേട്ടൻ എടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി എന്നുള്ള അവിടുത്തെ നമ്മുടെ ലോക്കലൊക്കെ എല്ലാവരും സാജി എന്നാണ് വിളിക്കുന്നത്. സാജി എന്നാണ്. സജി എന്നാണ് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അവിടങ്ങളിൽ നമ്മുടെ അടുത്ത്. പുറത്ത് സിനിമയിലൊക്കെ എല്ലാരും സജി തന്നെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതില് എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സോമേട്ടന്റെ കൂടെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ, എന്താണ് വയലൻസ്, സ്റ്റോപ്പ് വയലൻസ്. ഞാൻ സോമേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സാജിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരി. രഞ്ജേട്ടൻ അഭിനയിച്ചിട്ടില്ല. രഞ്ജേട്ടൻ അന്ന് മറ്റേ എഴുത്ത് അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് നിൽക്കുന്നതാണ്. ഞാനുണ്ട്, പക്ഷേ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നില്ല. അതാ ഞാൻ പറയാം, പിന്നണിയിലാണ് ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ട ഒരു കാര്യം, ഇതിനിടയില് സിനിമയിൽ ഉപയോഗിച്ചൊരു വാച്ച് കൊണ്ടു കൊടുത്തു. ഞാനത് സത്യം, ഞാൻ ഒരിക്കലും അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് രഞ്ജി ചേട്ടൻ അത് കൊണ്ടു തന്നപ്പം എന്റെ കയ്യില് ഒരു വാച്ച്, ഞാൻ ഇത് തലസ്ഥാനത്തിന്റെയോ കമ്മീഷണറുടെയോ ആ സമയത്താണ്, കമ്മീഷണറാന്ന് തോന്നുന്നു. കയ്യിൽ ഒരു കറുത്ത റൈഡോ എന്തോ അത് അല്ല, അത് ക്ലാസിക്കിന്റെ ഒരു ക്ലാസിക്കോ അങ്ങനെ ഒരു വാച്ചാണ്. അതൊരു സ്ക്വയർ ബ്ലാക്ക് ഡയലുള്ള, അന്നത്തെ കാലത്തെ വലിയ ഡയലല്ല, ചെറിയ കീസൊക്കെ ഉള്ള അന്നത്തെ കാലത്തെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു വാച്ച് കൊണ്ട് എടാ അതിങ്ങ് ഉരുത്താ, അത് ഉരിയെടുത്തു. ഇത് നീ എടുത്തു. അതുകൊണ്ട് കയ്യെ കിടന്ന വാച്ച് എനിക്ക് തന്നു. ഞാനത് സോമേട്ടൻ 97 മരിച്ചിട്ട് ഈ 2022 വരെ 25 വർഷം ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാനത് ക്ലീനൊക്കെ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് സാജി കൊണ്ട് കൊടുത്തു കഴിഞ്ഞ വർഷം. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു. അതേപോലെ 27 28 വർഷം ആവാറെന്ന് പറയുമ്പോൾ 90 എന്റെ കയ്യിൽ തന്നിട്ട് 30 വർഷം. 94-ലാണല്ലോ കമ്മീഷണർ.
അപ്പൊ 30 വർഷം മുമ്പ് ഓൾമോസ്റ്റ് കൊടുത്തൊരു വാച്ച് തന്നത് ഓടുന്ന അവസ്ഥയില് എന്തൊരു ഓർമ്മകളാണ്. ഞാനത് കെട്ടിയിട്ടില്ല. ആ അന്നും ഞാനത് കെട്ടിയില്ല. എൻ്റെ കയ്യിൽ കൊണ്ട് കെട്ടി തന്നു, ഞാനത് കൊണ്ടുപോയി അത് അവിടെ ഉരി വെച്ചു. സോമേട്ടൻ തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഞാനത് തന്നെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. അതിൻ്റെ സ്ട്രാപ്പ് പോലും അതുപോലെ തന്നെ ഉണ്ട്. അത് വാഹനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ള ആ കാറുണ്ടല്ലോ അല്ലേ, അതുണ്ട്. അംബാസഡറും ഇല്ലേ, അംബാസഡർ അല്ലേ മാരുതി, അത് ഓൾമോസ്റ്റ് മാരുതി 30 years ആയി. അത് ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലേലത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ലേലം ഷൂട്ട് നടക്കുമ്പം അന്ന് ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അതിൽ ആനക്കാട് ലീപ്പച്ചന് ഉപയോഗിക്കുന്ന ഒരു ഫോർഡ് കാറാണ്. അന്നത്തെ കാലത്തെ ഒരു ലേറ്റസ്റ്റ് ഫോർഡ് എസ്കോട്ടോ അങ്ങനെ. ആ അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് ഈ മാരുതി കൊടുത്തിട്ട് ഒരു ഫോർഡ് എസ്കോട്ട് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വാങ്ങിക്കരുതോ, അവൾ സമ്മതിക്കത്തില്ല, നീ അവളെ ഒന്ന് വിളിച്ച് പറ. എന്നിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ ചേട്ടൻ ഇങ്ങനെ ഈ മാരുതിയെ നടക്കുന്നതിന് പകരം ഇച്ചിരി ഒരു വലിയ കാറ് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചേച്ചി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സമ്മതിക്കാഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചി പറഞ്ഞ് വാങ്ങിച്ചോട്ടെ, ആഗ്രഹമല്ലേ. പക്ഷെ ആഗ്രഹം നടന്നില്ല. പക്ഷെ ആ വണ്ടി നന്നായിട്ടുണ്ട്. കാരണം എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ മകനാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ. ബ്രൗൺ ഒരു ചോക്ലേറ്റ് കളർ അംബാസഡർ, നെപ്റ്റ്യൂൺ ബ്ലൂ അല്ല ഒരു അംബാസഡർ ഉണ്ടായിരുന്നു 1788. 1788. ഈ ലേലത്തിന്റെ സോമേട്ടനെ കൊല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ, ആ. അത് ആർട്ടിഫിഷ്യൽ മഴ വെച്ചിട്ടൊക്കെയാണോ? ഭയങ്കര സംഭവം. നമ്മള് ഡേ ഫോർ നൈറ്റ് ആണ് അത് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത് അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോമേട്ടനാണെങ്കിൽ ആ സമയത്ത് ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ തണുത്ത് വിറങ്ങലിച്ച് ബസ്സിനകത്താണ് ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനും സുബേറും കൂടെ വന്ന് പുള്ളിയോട് സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി എന്തിയാടാ അങ്ങനെ വണ്ടി എവിടെയാടാ അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ വാ കൊണ്ടാക്കി തരാം. ജർമ്മനല്ലയോ, വലിയ പോപ്പുലർ ഡയലോഗ്സ് ആണ്. അപ്പൊ എവിടെയാടാ വണ്ടി എവിടെ കിടക്കുന്നത്? നമ്മൾ പറയുന്ന ഇത് അവിടെ കിടക്കുന്നു. ഓ എന്നാടാ കുടയൊന്നും ഇല്ലേ? രണ്ടുപേരുടെ പേര് എന്നാടാ ഒരു ചുറ്റുകളി. പിന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രയാടാ മക്കള്? അപ്പോൾ ഞാൻ പറഞ്ഞു 2. അവൻ എന്നാടാ നിനക്കായില്ലേ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞേ ഈ ഷോട്ട് എടുക്കുന്നത് ഞാൻ ജോത്സാനോട് സാറേ ഇത്രയും നല്ലൊരു മനുഷ്യനെ കൊലയ്ക്ക് കൂട്ടുകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പോയി അഭിനയിക്കണേ. അത്രയും ഒരു നല്ലൊരു കാണുമ്പോഴും ഇവരുടെ വിശേഷമാണല്ലോ ചോദിക്കുന്നത്. കൊല്ലാൻ വന്നാണെന്ന് അരയിൽ എന്നാടാ എന്ന് ചോദിക്കുന്നുണ്ട്, എന്നാടാ ഒരു പരിഭ്രമം എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി കൊല്ലാനാണെന്ന്. ഈ സജീട്ടൻ ലൊക്കേഷൻ പോകുന്ന സമയത്തൊക്കെ ഈ ഹീറോ പടങ്ങളുടെ ലൊക്കേഷനിലല്ലേ കൂടുതലും പോയിട്ടുള്ളത് അല്ലേ? കൂടുതലും മദ്രാസ് ഏറ്റവും കൂടുതൽ ഉദയ സ്റ്റുഡിയോ. ഉദയ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ദിവസം എണ്ണി ഇരുന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ പോയാൽ കണ്ടിട്ടില്ലേ? പിന്നെ ജനാർദ്ദനങ്ങൾ ഈ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞു അദ്ദേഹം. വീട്ടിലൊക്കെ വരുമ്പോ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചത്? അല്ല ഡാഡിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് നമ്മുടെ നോർമൽ ഈ തീയല്, തോരൻ, ചക്കക്കുരു. പിന്നെ സോമേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമുണ്ട് പരിപ്പുവട. പരിപ്പുവട അത് ഡ്രൈവ് ചെയ്ത് പോയാലും അറിയാം, വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന പെട്ടെന്ന് സെൻസ് ചെയ്യും. ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് കാറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കടാ നിന്നെ ചെങ്ങന്നൂർ ഇറക്കാമെന്ന് പറയും. ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കും. അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പഴയ ബ്രിഡ്ജാണ്, ഇപ്പോഴത്തെ അല്ല. ഒരു വളവും ആ വളവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ കർശനമായിട്ട് നിർത്തിയിരിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവിടെ വടയിടുന്ന സമയത്തിനനുസരിച്ച് ഇവിടുത്തെ വണ്ടി എടുത്ത് പോകും. അവിടെ നിർത്തി വട കഴിക്കാതെ പോകത്തില്ല. വട ബെസ്റ്റ് വട കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ കയറും. ഈ തീയലിൻ്റെ ഉള്ളിത്തീയലിൻ്റെ കാര്യം ഒരു ദിവസം ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് പകല് വരിക. ഞങ്ങൾ വന്ന് എനിക്ക് തോന്നുന്നു നിലമേലൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡിങ്ങനെ വെട്ടി ഇപ്പം പിന്നീട് ഉണ്ടാക്കിയ ഒരു സ്ഥലം. അപ്പോൾ അവിടെ പെട്ടെന്ന് ചവിട്ടി നിർത്തി. നോക്കിയപ്പോൾ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സൈഡിലേക്ക് പോയപ്പോൾ ഒരു കശുമാവ് ഇങ്ങനെ കൊലച്ച് കിടപ്പുണ്ട് റോഡിലേക്ക്. അതിൽ ഈ പച്ച അണ്ടി അത് ഭയങ്കര പോയി അത് മുഴുവൻ ആ കൊലയോടെ പറിച്ച് കൊണ്ടുവന്നു. ആരുടെയോ കശുമാവാ. എടാ ഇത് തീയലിന് നല്ലത് ഏറ്റവും ബെസ്റ്റാ. അത് പറിച്ച് കൊലയോടെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വിട്ടുപോയി. അടുത്തറിയാം തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതും കഞ്ഞിയും പയറും
അതെ. നമുക്ക് സോമേട്ടനെ വെച്ച് വിളമ്പി കൊടുത്ത സജയേട്ടൻ്റെ അമ്മ, സോമേട്ടൻ്റെ ഭാര്യ നമ്മോട് 2 വാക്ക് സംസാരിക്കും. സോമണ്ണനെ പറ്റി പറയുവാണെങ്കിൽ സോമണ്ണ ഷൂട്ടിംഗ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സോമണ്ണ ഷൂട്ടിംഗ് ഇല്ലാതെ വരുവാണെങ്കിൽ അന്ന് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിലെ ഭക്ഷണമാണ് സോമണ്ണന് ഏറ്റവും ഇഷ്ടം. വെജിറ്റേറിയനാണ്. സോമണ്ണന് അവിയല്, സാമ്പാർ, തീയലൊക്കെയാണ് സോമണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. പിന്നെ വന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സോമട്ടൻ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ ബോർഡിങ്ങിലാക്കി ഞാൻ തന്നെ സോമണ്ണൻ്റെ കൂടെ പോയി തുടങ്ങി. ഓണമാണേലും സോമേട്ടനുണ്ടെങ്കിൽ 10 ദിവസത്തെ ഓണമാണ് ഇവിടെ. സോമേട്ടൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് സദ്യ എല്ലാം കൊടുത്ത് അങ്ങനെ ആയിരുന്നു. സോമേട്ടൻ ഒറ്റ മോനായതുകൊണ്ട് സോമേട്ടൻ്റെ ഫ്രണ്ട്സ് ഇല്ലാതെ സോമേട്ടന് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് സോമേട്ടൻ പോകുന്നതിന്റെ ആ വർഷമാണേലും 10 ദിവസത്തെ ഓണം കഴിഞ്ഞാണ് സോമേട്ടൻ ആ വർഷം പോയത്. സന്തോഷമായിരുന്നു സോമേട്ടൻ്റെ കൂടെ. എന്നോടൊന്നും നോ പറയത്തില്ല. എനിക്ക് പോകുന്ന സ്വാതന്ത്ര്യമായിരുന്നു എൻ്റെ ജീവിതത്തില്. വണ്ടിയാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എവിടെ വേണമെങ്കിലും പോകണം. പോകാത്തതിനെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാര്യത്തിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ ഈ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വഴക്ക്. ഞാൻ വളരെ ചെറുതിലെ സോമേട്ടൻ കൂടെ വന്നതാണ്. ആ സ്നേഹം സോമേട്ടൻ പോകുന്നതും വരെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു ഈ കറി മസാല സ്ഥാപനം ഉണ്ടറിയാം? എനിക്കറിയാം, ഞാൻ അതിനായിട്ട് വരാൻ പോവാണ്. ഇപ്പോ ഈ പറയുന്ന അതില് എല്ലാ വർഷവും പരസ്യം എഴുതിക്കുന്നതിനെ കൊണ്ടാ. പരസ്യവാചകം. എടാ, മനോരമയിലൊരു പരസ്യം കൊടുക്കണം, നീ ഒരു വാചകം എഴുതാ. അല്ല, സോമേട്ടൻ ഉള്ളപ്പോഴുണ്ടോ അത്? അതാ പറഞ്ഞ ചേച്ചിയുടെ ഈ ബിസിനസ് ചേട്ടന് വലിയ അഭിമാനമായിരുന്നു. ഇപ്പൊ പറഞ്ഞു വളരെ ചെറുപ്പത്തിലെ അതല്ലേ? അതെ, ചേച്ചിയുമായിട്ട് അത്രയും പ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ചേച്ചി ഈ സംഭവം തുടങ്ങി കഴിഞ്ഞിട്ട് മദ്രാസ് സ്പൈസസ് സ്ഥിരമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് പരസ്യവാചകം. ഞാൻ ആലോചിക്കുകയാണ്, നേരെ തിരുമേനിയൊക്കെ എഴുതി കൊടുത്ത് മദ്രാസ് സ്പൈസസിന്റെ പരസ്യം ഒരു പരസ്യവാചകം പറയാം. എനിക്ക് ഓർമ്മയില്ല, എത്ര വർഷമായി എനിക്കത് ഓർമ്മയില്ല. പക്ഷേ സജേട്ടൻ ഓർമ്മയുണ്ടോ രഞ്ജേട്ടൻ എഴുതി എന്തൊക്കെ ഒരു സുരേഷേട്ടനെ വെച്ച് ഫോട്ടോ എടുത്തു. രഞ്ജേട്ടൻ എഴുതി കൊടുത്തിട്ട് ക്യാപ്ഷൻ വെച്ച് സുരേഷേട്ടനെ വെച്ചിട്ടാണ് അതിന്റെ ഫോട്ടോ എടുത്തത്. സുരേഷ് ഏട്ടൻ മല്ലിപ്പൊടിയുടെ പരസ്യത്തിലോ? അല്ല, സോമേട്ടന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് അത്. ചേച്ചി ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടിയാ. ചേച്ചി ഇതൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ആളാണ്. അല്ല, അത് ഇന്നും തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മക്കൾ എത്രയായിരുന്നു നിങ്ങൾ? 2 പേര്, മോനും മോളും. 2 പേര്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ ഇപ്പൊ വന്നു. ഒരു ബ്രദറിലോ എയർഫോഴ്സിൽ പൈലറ്റായിരുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്. പുള്ളി ഇപ്പം ചിപ്സൺ എയർവേസ് ഫ്ലൈ ചെയ്യാം. അപ്പോൾ സിസ്റ്റർ ഇപ്പം കമ്പനി പോകുന്നുണ്ട്. ഞാനപ്പോ അവിടെ വൈഫിന്റെ ഒരു പായസ സംഭവമായിട്ട് ഇങ്ങനെ പായസം ഞാൻ കഴിച്ചു. ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു പടത്തിന്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോ പോയപ്പോ അവിടെ പായസം ഇരിക്കുന്നത് ഞാൻ ഇന്നേ വരെ ഡബ്ബിങ്ങിന്റെ സ്ഥലത്ത് 2 പാത്രം പായസം ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ അകത്ത് സജീട്ടൻ ഡബ് ചെയ്യാ. പുറത്ത് പായസമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ട് കണ്ടിരിക്കുന്നത്. എത്ര തരം പായസം ഉണ്ട് സജീട്ട അവിടെ? 19. ഒരുത്തർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനതിലെ പോയപ്പോ നമ്മുടെ സോമന്റെ മകൻ പായസം ഭയങ്കര സ്വാദാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുസ്തകങ്ങള് വീട്ടില് ബാക്കിയിരിക്കുന്നുണ്ട്, വെച്ചതുണ്ട്, കളക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. സജീട്ടന്റെ ഒരു വായനയുടെ അളവും ഞാൻ വായിക്കാറുണ്ട് അത്യാവശ്യം. എന്നെക്കാട്ടും നല്ലതായിട്ട് എൻ്റെ മക്കള് 2 പേരും നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ബുക്സ് ആയി ഇപ്പൊ. പിള്ളേരൊക്കെ എത്രയായി? മോനിപ്പം ഇല്ല. മോളോ? അവൻ കാനഡയിൽ പോയി. അവൻ അവിടെ വിൻസറിൽ ജോയിൻ ചെയ്തു. എംടെക്കിന് ജോയിൻ ചെയ്തു. മോള് ഗ്രാജുവേഷൻ കഴിഞ്ഞു. സിനിമയില് സോമേട്ടൻ പോയതിനു ശേഷമാണോ സജീട്ടൻ അഭിനയിച്ചത്? ഞാൻ 2001-ലാണ് വരുന്നത്. 1-ലാണ് സിനിമയിൽ അഭിനയിച്ചത്. അദ്ദേഹം എപ്പോഴെങ്കിലും അഭിനയിക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാഡി അങ്ങനെ ഇന്നത് ചെയ്യൂന്നൊന്നും, ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളൊരു നിർബന്ധങ്ങളില്ല. പഠിക്കുന്ന കാര്യത്തിൽ പോലെ എന്നെ കമ്പൽ ചെയ്തിട്ടൊന്നുമില്ല. എന്നെ നല്ല അങ്ങനെ ആരോടും എനിക്ക് തോന്നുന്നില്ല ഡാഡി അങ്ങനെ ഇന്നതാവണം, അല്ലെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ, അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും മര്യാദയ്ക്ക് ചെയ്യും എന്നുള്ളൊരു മര്യാദക്ക് ഇരിക്കുക, മര്യാദക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? വീണ്ടും നമ്മളിപ്പോ ഇങ്ങനെ സോമേട്ടന്റെ ഭക്ഷണം, വായന, അഭിനയം, സൗഹൃദം ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സോമേട്ടന്റെ സുഹൃത്ത് സമകാലീനായിട്ടുള്ള ദേവേട്ടൻ നമ്മളോട് സോമേട്ടന്റെ ഓർമ്മകൾ പറയും. എപ്പോഴും സോമേട്ടൻ നമ്മൾ കാണുന്ന റൂമിൽ കാണുമ്പോൾ എപ്പോഴും അനന്തശയനത്തിൽ കിടക്കുന്നതായിട്ട്, എപ്പോഴും ഈ ബെഡിൽ ഇങ്ങനെ കിടക്കില്ല. എപ്പോഴും ആ അനന്തശയനത്തിൽ സോമേട്ടൻ്റെ ഒരു ഗൗരവമുണ്ട്. ആ ഒരു ഗൗരവമുണ്ട്. നമ്മളെ വിളിക്കും. അന്ന് തന്നെ ഒരു കോള് വന്നു എനിക്ക്, എവിടെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചു.
ഞാൻ പറഞ്ഞു സോമേട്ടൻ ഞാൻ കോഴിക്കോടുണ്ട്. ഞാനവിടെ ഉണ്ടോ, ഞാൻ മഹാറാണിയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ബാലു പറഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും സോമേട്ടൻ്റെ റൂമിൽ പോയി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനന്തശയനത്തിലിരിക്കുന്ന ഒരു രൂപമാണത്. ഞാൻ ആദ്യം കാണുന്നത് ചെന്നൈയിലത്തെ ഒരു രഞ്ജിത്ത് ഹോട്ടൽ വെച്ചിട്ടാണ്. ആ രഞ്ജിത്ത് ഹോട്ടലിൽ പോകുമ്പോൾ അന്നും ഞാൻ ആദ്യമായിട്ട് സോമേട്ടൻ കാണുമ്പോൾ ഈ അനന്തശയനത്തിലാണ്. പാട്ടുപാടി അഭിനയിക്കുമ്പോൾ ഒരുപാട് നല്ല മലയാളത്തിലെ നല്ല പാട്ടുകൾക്ക് ലിപ്സ് കൊടുത്തിട്ടുള്ള ഒരു മഹാനായ നടനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസാനത്തെ ആ ലേലത്തിലെ ആ ഒരു ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും മലയാള സിനിമ എത്ര കാലം പോയാലും അതിൻ്റെ ഒരു സോമേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ആ ഒരു റോളാണ്. എന്തായാലും സോമേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഓർമ്മയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ലേലത്തിനൊക്കെ ശേഷം ഇതും ഞാൻ കേട്ടറിവെന്ന് പറയണ ഈ ഹിമാലയ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇടോ പോവുകയൊക്കെ ചെയ്തു? പോയില്ലോ, മോളുടെ അടുത്ത് പോയില്ല, കാശ്മീരിൽ പോയി. അത് നേരെ പോയിട്ട് വന്നപ്പോഴാണ് അസുഖമായത്. കാശ്മീരിൽ ജമ്മുവിലായിരുന്നു, സിസ്റ്ററൊക്കെ അന്ന് ജമ്മുവിലായിരുന്നു. അനിയത്തിയൊക്കെ അവള് അപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി പോയതാണ് ഇവിടുന്ന്. പക്ഷെ വന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നില്ല, നേരെ PVS അഡ്മിറ്റായി. പിന്നെ അവിടെ വെച്ച് അസുഖം തുടങ്ങി, ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോയി. ആ സമയത്ത് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോമേട്ടൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് സോമേട്ടൻ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഞാൻ ആ സ്റ്റേജിന്റെ പുറകിൽ പോയിരുന്നു കുറേ നേരം. അത് അപ്പം വടക്കേന്ത്യയിൽ നിന്ന് വരുന്നു, നേരെ ഹോസ്പിറ്റലിലാകുന്നു. ഹോസ്പിറ്റലായ ശേഷം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. മരിക്കുമെന്നുള്ള കൊച്ചി എയർപോർട്ടിൽ നേരെ PVSലോട്ടാണ് കൊണ്ടുപോയത്. ഒരു മാസം, നവംബർ 12 അഡ്മിറ്റ് ചെയ്തു, ഡിസംബർ 12 അടി പോകാൻ ചെയ്തു. ഒരു മാസം കിടന്നു അല്ലേ? അപ്പോഴും ചേട്ടൻ അങ്ങനെ അവസാനിക്കുകയാണെന്നുള്ള യാതൊരു തോന്നലുണ്ടായി? ഇല്ലായിരുന്നു, ഒന്നുമല്ല. ഫസ്റ്റ് ഒരു വളരെ കൂളായിരുന്നു. പ്ലസന്റ് ആയിട്ടാണ് നീ എല്ലാവരും വരുമ്പോ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ നീ ലേലം കണ്ടോ, അങ്കിളിന് ഭയങ്കര സംഭവമാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് പേടിയില്ലായിരുന്നു, ഭയം എന്നുള്ള സാരമില്ല. സ്വന്തം ശരീരമാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പണ്ടമാരെ പറഞ്ഞ് ഒരുപാട് ചീത്തയെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഫിലിപ്പേഴ്സിനായിരുന്നു പുള്ളിയുടെ ഡോക്ടർ. തുടക്കം വഴി എനിക്കറിയാം സംഭവങ്ങൾ. ഫിലിപ്പേഴ്സിനല്ല ദൈവം ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല. ഷൂട്ടിന് വരുമ്പോൾ, ലേലത്തിന് വരുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ സീറം ബിൽറൂബിൻ വളരെ കൂടുതലാണ്, അപ്പോൾ അവിടെ വരുമ്പം കാര്യമായിട്ട് കർശനമായിട്ടൊന്ന് പിടിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ റൂമിൽ പോയി ഞാൻ താക്കീതുകളൊക്കെ കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി. ഞാൻ ഗ്രാൻഡിലും സോമേട്ടൻ BTHലുമാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എഴുതാൻ ഒരു മുറി, താമസിക്കാൻ ഒരു മുറി, അങ്ങനെ ഒരു സൗകര്യത്തിലാണ് ഗ്രാൻഡിൽ താമസിക്കുന്നത്. അപ്പോൾ ഉച്ചവരെ എഴുതിയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്നപ്പോൾ അവിടെ ഇരിക്കുക. എൻ്റെ മുറിയിൽ ഒരു ബിയറൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഞാൻ പോയി രാവിലെ എല്ലാം എടുത്ത് മാറ്റി. ഞാൻ ചോദിച്ചത് എന്ത് പണിയത്? അല്ല, നീ എൻ്റെ സാധനം എല്ലാം എടുത്തോണ്ട് പോയില്ലേ, പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ നിന്റെ മുറി വന്നിരുന്നു. താഴെ വന്ന് റിസപ്ഷനിൽ വന്നിട്ട് MG സോമൻ വന്ന് ചോദിച്ചാൽ താക്കോല് കൊടുക്കാതിരിക്കുമോ? നേരെ താക്കോലും വാങ്ങിച്ച് എൻ്റെ മുറി ഇരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ അവിയലും ഒക്കെ വാങ്ങിച്ചു വെച്ച്. അല്ല, ഞാനതാ പറഞ്ഞത്, നമ്മൾക്ക് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും ഈവൻ എനിക്കുമൊക്കെ ഈ സ്ക്രീനിലെ കഥാപാത്രങ്ങളും സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് കൂടുതൽ അറിയുക. അതിൽ കൂടുതൽ അറിയുക എന്ന് പറയുന്നത് നമ്മൾ വലിയ ഇന്റർവ്യൂസോ, ഒരു പരിധിവരെ ആ കാലഘട്ടം വരെ ഇത്രയും വിഷ്വൽ ഇന്റർവ്യൂകൾ ഇല്ല, താരതമ്യേന ഇല്ല. വളരെ കുറച്ചൊരു ചാനലിൽ വല്ലപ്പോഴും എടുത്താൽ കിട്ടുന്നുള്ളതിനപ്പുറം ഇത്ര ഇന്റർവ്യൂകളില്ലല്ലോ. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇവരെ നമുക്കൊരു പരിധിക്കപ്പുറം വ്യക്തി എന്നുള്ള നിലയിലേക്ക് അടുത്ത് അറിയുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പാടാണ്. അത് സോമേട്ടൻ അന്ന് വാരികളിലാണല്ലോ കംപ്ലീറ്റ് ഇന്റർവ്യൂസ് വരുന്നതും. പിന്നെ ഞാൻ അതുപോലെ വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രഭൂമി, അങ്ങനെ സംഭവം. അതിലൊന്നും സോമേട്ടൻ ഞാൻ വെജിറ്റേറിയൻ ആണെന്നും ഞാൻ പാട്ട് പാടുന്ന ആളാണെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല, പ്രതിപാദിച്ചിട്ടുള്ള പുള്ളിക്കാർ താല്പര്യമില്ല കാര്യത്തിൽ. അല്ല, ചിലര് അവനവനെ പുറത്ത് വളരെ ഗൗരവക്കാരനായിട്ട് അവതരിപ്പിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പുള്ളി പാട്ട് പാടുന്ന ആളാണെന്ന് പുള്ളി പറഞ്ഞിട്ടുമില്ല.
പുള്ളി അങ്ങനെ അവകാശപ്പെടുത്തുമില്ല. പക്ഷേ ഒത്തിരി പാടും. എൻ്റെ മുമ്പിലൊക്കെ ഇഷ്ടപ്പെടും. ലീഡറുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു, വലിയ ഇഷ്ടം. അല്ലേ? വലിയ സൗഹൃദമായിരുന്നു. അവിടെ ഇപ്പോഴും ലീഡറുടെ ഫോട്ടോ ഉണ്ട്. സിന്ധുവിന്റെ കല്യാണത്തിന് വന്ന ഫോട്ടോ അവിടെ ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ട്. ലീഡർക്ക് വലിയ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ലീഡറുമായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണിച്ചിരുന്നു. വെറും ഒരു ഫോട്ടോ അല്ല, ഭയങ്കര സൗഹൃദമായിരുന്നു. കെ കരുണാകരൻ സാറുമായിട്ടുള്ള. ലീഡർക്ക് വലിയ വാത്സല്യമായിരുന്നു. ഹിറ്റ് പാട്ടുകൾ ഗുരുവായൂർ കേശവനാണെങ്കിലും കൽപ്പാന്ത കാലത്തോടെ പാട്ടുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമയിലും ആ സമയത്ത് അത്യാവശ്യം ഒരുപാട് ഈ പാട്ടും ഡാൻസും ഒക്കെ ആവശ്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒന്നും അദ്ദേഹം അധികം തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ കമലഹാസൻ ചെല്ലുന്നത് സോമേട്ടനെ ഡാൻസ് പഠിപ്പിക്കാനാ ആദ്യമായിട്ട്. ഫസ്റ്റ് അങ്ങനെയാണ് ഒരു പരിചയപ്പെടുന്നത്. കമലഹാസൻ അന്ന് ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റാ. അപ്പോ കമലഹാസൻ ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ്, കമലഹാസൻ ഡയറി ഡാൻസ് പഠിപ്പിക്കാനാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ആദ്യം കാണുന്നത്. ചെന്നു ഡാൻസ് പഠിപ്പിക്കാൻ ചെന്നു. സോമേട്ടന് ഡാൻസ് അറിയാമല്ലോ. അങ്ങനെ അവിടുന്ന് ആരംഭിക്കുന്ന സൗഹൃദമാണ് അവരുടെ. അത് മരണം വരെ ഏറ്റവും സുദൃഢമായി. വീട്ടിൽ വന്നിട്ടില്ലേ? അതിന് ശേഷവും കമലഹാസനായിരുന്നു ചീഫ് ഗസ്റ്റ്. പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നും പറയുന്നത് അല്ലാതെ അല്ല, അതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ പുള്ളി എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെ ആലപ്പി വരുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. ഡാഡിയുള്ള സമയത്തൊക്കെ അവിടെ വരുമായിരുന്നു. വലിയ കൂട്ടാണ്. അതെ അതെ, ഭയങ്കര സൗഹൃദമായിരുന്നു. അതിന്റെ വ്യാപ്തി ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം കമൽഹാസൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കൊച്ചിയിൽ വന്ന് തിരുവല്ലയിൽ വരുമോ? ഒരിക്കലും ആരും ചെയ്യത്തില്ല. അല്ലാതെ ഹോസ്പിറ്റലായിരുന്നു പോലും മെഡിക്കൽ ഇങ്ങനെ വിളിച്ച് ഞാൻ മദ്രാസ് വിളിച്ചായിരുന്നു. മദ്രാസ് വിളിച്ച് ഡാഡിയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ട് ഫാക്സ് ചെയ്യാൻ പറഞ്ഞു. ഫാക്സ് ചെയ്ത് കൊടുത്തു. ഹാർഡ്ലി 1 hour. അപ്പോഴത്തേക്കും പുള്ളി ഹോസ്പിറ്റലിൽ റൂമിൽ വിളിച്ചു. കേസിൽ 512 റൂം. അവിടെ വിളിച്ചു അമ്മയോട് പറഞ്ഞു അവരെ മദ്രാസിൽ ചെക്ക് ചെയ്തു, നമുക്കൊന്നും ചെയ്യാനില്ല, അതുപോലെ ക്രിട്ടിക്കലാണ്. പുള്ളി അത്രയും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു. അല്ല, അതൊക്കെ ഒരു സിനിമാ സൗഹൃദങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ. നമ്മൾ സിനിമാ സൗഹൃദം എന്ന് പറയുന്ന, നമ്മൾ സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും സിനിമാ സൗഹൃദം എന്ന് പറയുന്നത് വേറൊരു തരം സൗഹൃദമാണ്. അത് സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ, സിനിമയുള്ള ആളുകൾ തമ്മിൽ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് സിനിമയിലെ സൗഹൃദങ്ങൾ വേറെയാണ്. സിനിമ എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴെ വരുന്ന കുറെ സൗകര്യങ്ങളുള്ള സൗഹൃദങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറം എത്രയോ വലുതാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അയച്ചും നോക്കിയും കേട്ടും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതൊരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ പരമാവധി അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത് നോക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു നാടക പശ്ചാത്തലം എന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ സജീട്ടൻ ജനിക്കുന്നതിന് വളരെ മുമ്പ്. പക്ഷെ അറിയാം, ഓൾമോസ്റ്റ് എനിക്ക് സ്കൂൾ തൊട്ടേ ഉണ്ട്. ഡാഡി സ്കൂളിലൊക്കെ നാടകം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ പോയി നാടകം ചെയ്യുമായിരുന്നു. അങ്ങനെ എയർഫോഴ്സിൽ അതിനോട് ക്രേസ് ഇതായിട്ടാണ് എയർഫോഴ്സ് വിട്ടിഞ്ഞ് പോകുന്നത്. വിട്ടു പോകുന്നതാണോ തീർത്തു പോകുന്നതാണോ? ഇല്ല, വിട്ടു. അഭിനയിച്ചേ പറ്റൂന്നുള്ളൊരു. ആ സമയത്ത് അപ്പൊ അഭിനയത്തിലോട്ടുള്ള വഴി എന്തായിരുന്നു അന്ന്? ഇപ്പൊ എയർഫോഴ്സിൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് നാടക പാരമ്പര്യമായിട്ട് വന്നാലും എങ്ങനെയായിരുന്നു സിനിമയിലോട്ട്? നമ്മുടെ കൊട്ടാരക്കര ശ്രീനിവാസന്റെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, അയച്ചേട്ടന്റെ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിലുണ്ട് കൊല്ലം. എനിക്ക് അതിനെ ഡീറ്റെയിൽ എനിക്ക് അത് കാര്യത്തിൽ റെക്കോർഡുകളില്ല അല്ലേ ഇന്റർവ്യൂവിന് പറയുന്നതിനകത്ത് കൂടല്ല. ഇനിയിപ്പം നമ്മള് അമ്മയെ കേട്ടു, സജീട്ടൻ ഇവിടെ ഉണ്ട്. സജീട്ടന്റെ സഹോദരി സോമേട്ടന്റെ മകള് നമ്മളോട് സോമേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ പറയും. എനിക്ക് ഏതാണ്ട് ഒരു 1.5 വയസ്സായപ്പോഴാണ് ഡാഡിയുടെ ആദ്യത്തെ പടം, അതായത് ഗായത്രി റിലീസാവുന്നു. അപ്പം ഞാനിങ്ങനെ ഡാഡി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെല്ലാരും കാണാൻ വേണ്ടി മൂവി ഹാളിൽ എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല എനിക്ക്, പോയി അവിടെ മടിയിലിരുന്നിട്ട് സ്ക്രീനിൽ ആള് വരുമ്പോ ഇങ്ങനെ ഡാഡി ഡാഡി എന്ന് വിളിച്ച് എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിയ കഥയൊക്കെ. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ അവധികളിലും നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ വെക്കേഷൻ, ഓണം, ക്രിസ്മസ് എപ്പോഴും എവിടെയാണോ ഡാഡി അവിടെ പോകും നമ്മള്. അതൊരു ഭയങ്കര കളർഫുൾ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങളുടേത്. പിന്നെ ബോർഡിങ്ങിലാണെങ്കിലും ഇടയ്ക്ക് ബോർഡിങ്ങിലാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളെങ്കിൽ അപ്പൊ ഡാഡിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ വരും. പിന്നെ ഓവർനൈറ്റ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെ വീക്കെൻഡ്സിൽ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ലവിങ് ആയിരുന്നു, ഭയങ്കര ലവിങ്. വലുതായതിന് ശേഷമാണെങ്കിലും ഓക്കെ. അപ്പൊ വീട്ടില് നമ്മൾ ഉണ്ണാനൊക്കെ ഇരിക്കുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാനും എന്റെ ബ്രദറും സാജി, ഞങ്ങൾ 2 ആൾ. അപ്പൊ നമുക്ക് 2 പേർക്കും അവസാനത്തെ ഉരുള ഇങ്ങനെ ഉരുട്ടി വായി തരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു അത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും സെയിം അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് മോളായതിനു ശേഷം സോറി, ഞാൻ ഡാഡിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇമോഷണൽ ആവും എപ്പോഴും. സോറി. മോളായതിനു ശേഷവും ഓക്കെ, എല്ലാ ദിവസവും കിടക്കുമ്പോഴാണെങ്കിലും രാത്രിയിൽ ഒരു സൈഡില് ഞാന്, ഒരു സൈഡില് മോള്, നടുക്ക് ഡാഡി.
അങ്ങനെ ഒരു അതുകൊണ്ടായിരിക്കും മേ ബി എന്റെ 26 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന്റെ ഉള്ളില് തരാവുന്നതിന്റെ അത്രയും ഒത്തിരി സ്നേഹം തന്നിട്ടാ പോയത്. ഇവിടെ ഈ കാണുന്ന നമ്മൾ ഈ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ വളരെ വൈകാരികമായ വാക്കുകൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ, വളരെ ചെയ്യേണ്ട നല്ല നല്ല ഓർമ്മകൾ, നമ്മളിവിടെ ഇത്രയും ഫോട്ടോകൾ ഇതിപ്പം ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ല അങ്ങനെയൊന്നും എടുത്തോ അല്ല, ഞാൻ സജിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഈ സിനിമാ നടന്നുള്ള നിലയിൽ അന്ന് സാധാരണ ഫോട്ടോകളും കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ വാച്ചുണ്ട്, കാറുണ്ട് എന്നൊക്കെ പറയുന്നല്ലേ, ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ അതുപോലെ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഓൾമോസ്റ്റ് ആ സമയത്ത് ഡാഡി അന്ന് ഉണ്ടായിരുന്ന സമയത്തെ ഉള്ള എല്ലാം ഞാൻ പറ്റുന്നത്രയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്നെക്കാട്ടിൽ ഈ നൊസ്റ്റാൾജിക് ഫീലിംഗ് എൻ്റെ മോന് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവന് കുറച്ചുകൂടെ പ്രിസർവ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാ ഫോട്ടോസ് ആണെങ്കിലും പഴയ സർട്ടിഫിക്കറ്റ്സ് ഡാഡിയുടെ സ്കൂൾ ഫോട്ടോസ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത മലയാള സിനിമ സോമേട്ടൻ്റെ സിനിമയാണ് ഏഴാം കടലിനക്കരെ എന്ന് പറയുന്ന സിനിമ. 79 IV ശശിസാർ സംവിധാനം ചെയ്ത സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തത്. അതല്ലേ ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത സിനിമ? ഉണ്ട്. എനിക്കറിയാം. അതിൽ ജനാർദ്ദനൊക്കെ അമേരിക്കയിൽ പോയിട്ടില്ലേ നിങ്ങള്? അതിലാണ് ഈ മറ്റേ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്നുള്ള പാട്ടൊക്കെ ഉള്ള സിനിമ ഉള്ള പടം. അതില് KR വിജയ മാഡത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് അമേരിക്കയിലുള്ള ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ് ആ സായിപ്പ്. അവിടെ അതിൽ അഭിനയിക്കുന്ന ആള്. അപ്പം അവിടെ പോയപ്പോ ഞാൻ അതിന്റെ ചില പഴയ ഫോട്ടോകളും ജനാർദ്ദന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോകളും ഒക്കെ കണ്ടു. അന്ന് അമേരിക്കയിലത്തെ ആദ്യത്തെ പോക്കും ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? അന്ന് ഞങ്ങളൊരു 10-26 വർഷം ഉണ്ടായിരുന്നു അവിടെ. അത് കുറച്ച് ഇന്നത്തെ അമേരിക്കയിലല്ലോ. അന്ന് 42nd സ്റ്റേറ്റൊക്കെയുള്ള 42nd സ്റ്റേറ്റൊക്കെയുള്ള മൻഹാട്ടനില്. അപ്പം അവിടെ ഈ കൈക്കകത്ത് ക്യാമറയായിട്ട് വിപിൻ ദാസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി. യവന്മാർ വന്നിട്ട് ഇയാൾക്കിടെ ഒരു അടി കൊടുത്തിട്ട് ക്യാമറ ഒക്കെ പിടിച്ചു കൊടുക്കാതെ തിരിച്ച് മേടിച്ചോട്ടൊക്കെ ഓടാപ്പെട്ട പാടോടി പൊട്ടിച്ച് അമേരിക്കയില്. അന്ന് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ജോൺസ് ബീച്ചിലൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാതെ പോയി ഷൂട്ട് ചെയ്തത്. അതില് സോമൻ തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേരെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 79 ഈ പടം ചെയ്യുമ്പം അതിലുണ്ട്. അതുപോലെ ഞാനിപ്പോ രഞ്ജേട്ടനോടോ ജനാർദ്ദൻ ചേട്ടനോടോ ചോദിക്കുന്ന പോലെ അതിന് തൊട്ടു മുമ്പുള്ളൊരു കാലഘട്ടത്തിലെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സോമേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ആ കാലത്തെ ഓർമ്മകൾ, അതിന്റെ തൊട്ട് ബാക്കിൽ നിന്നുള്ള ഒരു ഓർമ്മകൾ അദ്ദേഹം പറയാറോ പങ്കുവെക്കാറോ, സംവിധായകരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ അദ്ദേഹം പറയുമായിരുന്നോ? സോമേട്ടൻ എപ്പോഴും സൗഹൃദങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ തരം അതായത് പറഞ്ഞ എപ്പോഴും സിനിമ അദ്ദേഹത്തിന് സൗഹൃദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ അത്തരം അഭിനയത്തിൻ്റെ അത്തരം അനുഭവങ്ങളെക്കുറിച്ചോ മോമെന്റ്സിനെ കുറിച്ചോ ഒന്നും അല്ല ആളുകളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. MGRന്റെ കൂടെ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. MGRന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. നാളെ നമതയിൽ MGRന്റെ അച്ഛൻ. ഇനിയും തമിഴ് പടങ്ങളില്ലേ? പിന്നുള്ളത് അവർ ഒരു തുടർക്കഥയോ അങ്ങനെ അവളൊരു തുടർക്കഥ തമിഴ് പടത്തില്. ജോഷിയങ്ങളുടെ എയർപോർട്ട് ഉണ്ട്. കൊറേ കെ ബാലേന്ദ്രന്റെ സിനിമ അതിന്റെ പോസ്റ്റർ എനിക്ക് ഇപ്പോഴും ഓർമ്മ. അതല്ലേ ഈ പാട്ട് കളബ ചുമരു വെച്ച മേടേ, ആ പാട്ടല്ലേ? എന്നോട് ചോദിച്ചാ ഞാൻ പെട്ടെന്ന് അത് അങ്ങോട്ട് ചോദിച്ചു പെട്ടെന്ന് ആണോന്ന് എനിക്ക്. അത് കമലഹാസനാണ്. ഏത് പാട്ടാ സാധിക പാടിയത്? ഏത് പാട്ടാ? കളബ ചുമരു വെച്ച മേടേ ഇളം കല്യാണമാലേ. അത് കല്യാണ വീട്ടിൽ കുറെ മിമിക്രി ഒക്കെ അതല്ലേ? ഞാൻ പിടിച്ചിട്ടോ വന്നു. അത്ര ഓർമ്മയുടെ കാണിക്കുന്നതിനാണ് അതിനകത്ത് മിമിക്രി മൊത്തം മറ്റേ ബേഡ്സിന്റെ ഒക്കെ വോയിസ് കൊടുത്തിട്ടുള്ളത്. പട്ടം സോദരൻ. MGRന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് സോമന്റെ അച്ഛനായിട്ട് അഭിനയിച്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സോമന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഇതാ ഒരു സിംഹം, ഇവനൊരു സിംഹം. ഒരു സംശയമുണ്ട്.
ആ അത് ഇവ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഡാഡി പോടാ അവിടെ പൈപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടൊക്കെ ഇട്ട് തലയൊക്കെ ഇവ അടുത്തത് ഡാഡി എനിക്കൊന്ന് എന്നോട് ചോദിച്ച ആ ചോദ്യം കുറെ കൂടെ ജനാർദ്ദനിലേക്ക് പോയാൽ ഏതാ അതിന് പഴയ മുമ്പുള്ളത് കാലത്ത് ജനാർദ്ദൻ ചേട്ടാ ഞാൻ ചോദിച്ചത് ഞാൻ ഇപ്പൊ രഞ്ജനോട് ചോദിക്കണം. നസീർ അതായത് സാറ് ഞാനിപ്പോ ജനാർദ്ദൻ ചേട്ടനോട് 79 നിങ്ങൾ അമേരിക്കയിൽ പോയത് എങ്ങനെയാ? കാരണം ഞാൻ ജനിച്ചിട്ടില്ല. ഞാനിപ്പോ അവിടെ പോയി പഴയ ആൽബം ഒക്കെ എടുത്ത് അത് ഷൂട്ട് ചെയ്ത വീട്ടിലൊക്കെ ഞാൻ പോയി. ആ സിനിമയ്ക്ക് നിങ്ങൾ അങ്ങനെ അത് പറയുമ്പോ ആ ഞങ്ങളുടെ കാലഘട്ടം ഒരു കാലഘട്ടമാണ്. ആ അപ്പൊ സോമുവിനറിയാവുന്ന അവരെയൊക്കെ എനിക്കും അറിയായിരുന്നു. ആ അതെ അത് വളരെ പിന്നെ നമ്മുടെ പഴയ ഡയറക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നവർ ശശികുമാർ സാറും എ വി രാജുവും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് മാറിയത് സേതുബാബു സാറ്, സ്ട്രിക്റ്റാ. എം കൃഷ്ണൻ നായർ, വിൻസെന്റ് മാഷ് ഇവരൊക്കെ സെറ്റിലൊന്നും വന്ന് ആരോട് സംസാരിക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ മറ്റവർ വളരെ വളരെ ഫ്രീ ഉള്ള ആളുകളായിരുന്നു. അടുത്ത ജനറേഷൻ അല്ലേ? അടുത്തത് ആ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ അവർ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കൂടുതലായിട്ട് ആ ഡയറക്ടർ വലിയ പ്രോട്ടോകോൾ ഉള്ള ആണാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി എൻ മേനോൻ സാറൊക്കെ ആ ആയിരിക്കും. മേനോൻ സാറ് കുറച്ച് ഫ്രീ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാം ഞാൻ തന്നെ പ്രൊഡക്ഷൻ മാനേജരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത്. ഓ സോമേട്ടന്റെ നിരവധി സുഹൃത്തുക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകവാടി സാർ സോമേട്ടന്റെ ഓർമ്മകളുമായി എത്തുന്നു. അപ്പൊ ഞാൻ സിനിമ വരുന്നത് അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഞാൻ സിനിമ വന്നു. ഞാൻ എൻ്റെ ഒരുപാട് തിരക്കഥകളിൽ അദ്ദേഹം അഭിനയിച്ചു, പക്ഷിയിൽ അഭിനയിച്ചു, നിർണയത്തിൽ അഭിനയിച്ചു, ആർദ്രത്തിൽ ഒരുപാട് വളകൾ അഭിനയിച്ചു. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ആദ്യത്തെ സിനിമയുടെ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ ഐവാൻസി പഠിച്ചു കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്റ്റലിൽ എനിക്ക് വിളി വരും. അപ്പോൾ അദ്ദേഹം വന്ന് ഏറ്റവും വലിയ പ്രത്യേകത അന്ന് സിനിമാക്കാർക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രാത്രി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കിടക്കുന്ന ഇഷ്ടമല്ല, ആരെങ്കിലും കൂട്ട് കിടക്കണം. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് കോള് വരും. ഞാനൊരു ചെറിയൊരു പെട്ടിയായിട്ട് ചെറിയൊരു ബാഗുമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഞാൻ എപ്പോഴും സോമേട്ടനോട് പറയുന്നത്, സോമേട്ടനാണ് എൻ്റെ വിദ്യാഭ്യാസം കുഴപ്പിച്ചതെന്ന് പറയുമായിരുന്നു. കാരണം പിന്നെ മെഡിക്കൽ കോളേജിൽ പോക്കൊന്നും നടക്കത്തില്ല. പിന്നെ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സംഭവിച്ചാൽ അതൊരു ചെറിയൊരു അനക്ഡോട്ടാണ്. എന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തെ ഈ ഫ്ലൈറ്റ് കയറ്റി വിടുമ്പം നമ്മൾ ലാസ്റ്റ് ടാറ്റ അടിക്കുന്നവരെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ടാറ്റ അടിച്ച് അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിൽക്കണം. ഒരു പ്രാവശ്യം കൊണ്ട് ചെന്നപ്പോൾ എടുത്ത് പറഞ്ഞു, നീയും കൂടെ വരുന്നു. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ബാക്ക് പെയിൻ വന്നിട്ടാണ്. എൻ്റെ ഒന്നുമില്ല, നീയും കൂടെ വരുന്നു. പിന്നെ അത്രയും ഫ്രീഡമാണ് ഞാൻ കൂടെ പോടാ. പിന്നെ ആ പോക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ എന്താ പറയുക, എൻ്റെ നമ്മളിപ്പോൾ കിടക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമയിലായി, വേണുനാവള്ളിയുടെ അടുപ്പം സിനിമയായി, തിരക്കഥകൾ എഴുതാൻ അങ്ങനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു കോൾ വരും, നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ എന്നും പറഞ്ഞ് എല്ലാം ഇങ്ങോട്ട് വരും. അങ്ങോട്ട് ആ ബന്ധം എന്താ പറഞ്ഞാൽ മനുഷ്യ ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇനി ഇതുപോലെ ഒരാൾ ഒരിക്കലും ഇനി ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണാനും പോകുന്നില്ല. ആ ഒരു ഭയങ്കരമായ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ചില എപ്പിസോഡുകൾ ചെയ്യുമ്പം ഒരാളെ പറ്റി പലരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ, ഒരാളോട് ജീവിതത്തിൽ ഇടപെട്ട പലർ സംസാരിക്കുന്നു. അപ്പം പലരും പറയുന്നതിനകത്തുള്ള അയാൾ പലതായിരിക്കും. ഒരാളെ കുറിച്ച് പലര് പറയുമ്പം പല ആളെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സോമേട്ടന്റെ ഇപ്പം 2 എപ്പിസോഡ് തീരാറാകുമ്പോൾ കേട്ടുന്നതിനകത്ത് ഈ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എവിടെയൊക്കെ ആരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, സമീപിച്ചിട്ടുണ്ടോ, അവരെല്ലാം അതിന് വലിയ ഒരു പ്രോമിനൻസ് പറയുന്നുണ്ട്. ചേച്ചി നേരെ പറഞ്ഞാലോ, ഓണത്തിന് 10 ദിവസവും ആള് വരുന്നു, ഒറ്റ മകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 10 ദിവസവും ആള് വരുന്നു എന്ന് പറഞ്ഞു. ഈ സൗഹൃദങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ ഒരാൾ 24-25 വർഷം നിൽക്കുന്നു, നായകനാകുന്നു, എല്ലാത്തരം വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാണം, സംവിധാനം, എഴുത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് ഒന്ന് തൊടാനുള്ളൊരു കൊതി വരാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സോമേട്ടൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ആണോ? ഐ ബി ശശി സംവിധാനം ചെയ്ത ഭൂമിക. സോമേട്ടനും ജോൺ പോളും എല്ലാരും കൂടെയാണത് ഇത്. അതില് കാശ് പോയ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞെട്ടിയിരിക്കുന്ന ഒരാളാ, പക്ഷെ കാശ് കിട്ടിയാണ്. ജനാർദ്ദന്റെ കാശ് കിട്ടിയില്ലേ പ്രൊഡ്യൂസ് ചെയ്തത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേതായിരുന്നു? അടയാളം. അടയാളം. ആ, മമ്മൂക്കയുടെ സിനിമ. ആ, ജനാർദ്ദന്റെ പ്രൊഡ്യൂസർ അല്ലേ? അല്ലാതെ ആഹാ. സ്വാമി അതിന്റെ കമ്പനിയുടെ പേരെന്താ അപ്പം? എന്റെ കമ്പനിയുടെ പേര് പാതുവ ക്രിയേഷൻസ്. പാതുവ ക്രിയേഷൻസ്. ഓ, എന്താണിച്ചിട്ട് ആ, നമ്മുടെ ഭാര്യ ശ്രീതാൻസിന്റെ വലിയ വാർത്തയാണ്.
ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ ചേട്ടൻ. മതിയായി മാണ്ട സോമേട്ടനും ഒരു പടമല്ലേ പ്രൊഡ്യൂസറില്? ഒരു പടമാണ്. എഴുത്തുണ്ടായിരുന്നോ സജിയേട്ട അദ്ദേഹത്തിന്? കഥയിലോ കാര്യങ്ങളിലോ ഒക്കെ ഇടപെടലോ പറച്ചിലോ ഒക്കെ? ഇല്ല, എഴുത്തുള്ളൂടെ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ. അറിയത്തില്ല. രഞ്ജേട്ടനോട് ഈ സജഷൻസ് പറയുമായിരുന്നു എഴുത്തിലും, അല്ലെങ്കിൽ ഈ ഡയലോഗ് ഞാൻ പറയില്ല ഇന്ന പോലെ പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയത്തില്ല. ആ ഡയലോഗ് പറയാൻ മടിയുള്ളതേ ഉള്ളൂ. ആ. ഇതൊക്കെ ഞാൻ പറയണോ? ഞാൻ പിന്നെ സോമേട്ടന്റെ ഡയലോഗ് വേറെ ആരെങ്കിലും പറയോ? അതേ ഉള്ളൂ. ഈ രഞ്ജിയേട്ടൻ്റെ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ പറയുക എന്നുള്ള സംഭവം അതൊന്ന്, അതിൽ മറ്റേ ടേക്ക് സമയത്ത് നമ്മളത് പറയും. ഇനി കൺസോൾ ഡബിങ് തിയേറ്ററിൽ വന്ന് കൺസോളിൽ ഇരുന്നിട്ട് അതിൻ്റെ 2 അക്ഷരത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു ശ്വാസം വേണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ച് ഇത് പറയുമ്പോഴേ സോമേട്ടൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ഒന്നും ചെയ്ത് കാണിക്കുന്നു ഇറങ്ങി. ഞാൻ പറയും പറ്റത്തില്ലേ, പൊയ്ക്കോ. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നത്, എൻ്റെ മോളൊരു 4-5 വയസ്സുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവളോട് അവളുടെ എന്തോ ഒരു സംഭവം ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. അവളുടെ അടുത്ത വായിക്ക് പറഞ്ഞത്, എനിക്ക് ചാച്ചയെ ഒന്ന് കാണണമെന്ന്. കണ്ടിട്ടുമില്ല, എന്നാൽ എൻ്റെ കല്യാണ സമയത്ത് കൊണ്ട് അറിയില്ല. ഞാനത് കഴിഞ്ഞ് എനിക്ക് തോന്നി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് കേട്ട് പുള്ളിക്കാരി അന്ന് അവൾക്ക് 4-5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളുടെ ഒരു വേല വേണം, എനിക്ക് ചാച്ചയെ ഒന്ന്, ചാച്ചയെന്നാണ് കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ അതാണ് ഒരു തരി മുമ്പ് പറഞ്ഞത്. ഇത്രയധികം സൗഹൃദങ്ങൾ, ഇത്രയധികം ഓർമ്മകൾ, നമ്മൾ പുതിയ കുറെ അറിവുകൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടത് പാട്ടുകാരനായിരുന്നുവെന്നും പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നുവെന്നും വെജിറ്റേറിയൻ ആയിരുന്നുവെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ഒരു പരിധിവരെ ഓർമ്മകളാണ് നമ്മൾ പങ്കുവെച്ചതെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ഒരു ജീവിതത്തെ നമ്മളിവിടെ കാണുകയായിരുന്നു, വീണ്ടും ഓർക്കുകയായിരുന്നു. സോമേട്ടന്റെ ഓർമ്മകൾ പലരെയും കാണുമ്പോൾ അദ്ദേഹത്തോടൊത്ത് ഇടപഴകിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അവരും ഇത് കാണുമ്പോൾ ആ നല്ല ഓർമ്മകളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യട്ടെ. സാദിക, രഞ്ജിയേട്ട, സജിയേട്ട, ജനുവേട്ട വന്നതിൽ വളരെ നന്ദി. ഇവിടെ ഞങ്ങൾ ഓരോ ലെജൻസിന്റെയും ചിത്രം പതിപ്പിച്ച ഒരു ആൽബം തയ്യാർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് പൂർണ്ണമാകത്തക്ക രീതിയിൽ അതിൽ നമ്മളൊന്ന് സൈൻ ചെയ്യുന്നു. നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. വന്നതിന് എല്ലാവരോടും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട സജിയേട്ടന് ഒരു സ്നേഹ സമ്മാനം. സോമേട്ടൻ പാടുമായിരുന്നു എന്നത് ഇന്നിവിടെ വന്നവർക്ക് പോലും പുതിയൊരു അറിവായിരുന്നു. കാരണം അദ്ദേഹം പാടിയിരുന്നത് സൗഹൃദ സദസ്സുകളിൽ മാത്രമാണ്. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിൽ എന്നാൽ പാട്ടും അഭിനയവും സൗഹൃദവും അരങ്ങുമെല്ലാം ഒരുപോലെ ഉത്സവമാക്കിയ ഒരാൾ.